ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണിത്. അപ്പോൾ നമ്മൾ പാൻ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒത്തിരി ചൂടാവരുത്, വെളിച്ചെണ്ണ ഒരുപാട് ചൂടായി പോകരുത്. ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക ചിക്കൻ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മസാലകളില്ലേ, ഇപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 4 മസാലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 4 മസാലയും ആ ചെറിയതായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ മസാല യൂസ് ചെയ്യാം, ഗരം മസാല യൂസ് ചെയ്യാം, പെപ്പർ പൗഡർ യൂസ് ചെയ്യാം, കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. ഞാൻ ഈ 4 മസാലകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമണം നന്നായിട്ട് മാറണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ മസാല നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് ഈ ചിക്കനും ഈ മസാലയും വെളിച്ചെണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്ക്, ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മസാലേൻ്റെ കൂടെ ഉപ്പിടാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഉപ്പിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ആ ഓയിൽ കടന്നിട്ട് ആ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് റോസ്റ്റായി വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 3 സവാള അരിഞ്ഞതും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലേൻ്റെ ഒപ്പം ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഈ സവോളയൊക്കെ വെന്ത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ പോയി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു നോക്കാം. അപ്പം ഒരു വിധം ആ സവാളയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, അത് കാണുമ്പോൾ തന്നെ അറിയാം സവാള വെന്ത് ഉടഞ്ഞിട്ടില്ല. ഉടനെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അത് നല്ലോണം വെന്ത് അലിഞ്ഞ് വരുന്നൊരു പാകമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോൻ്റെ പ്യൂരിയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പം 2 ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കന് ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൊമാറ്റോൻ്റെ ഈ പ്യൂരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും തക്കാളി ചേർക്കുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ മുകളിലിട്ട് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, വളരെയധികം ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ ഒപ്പം പോകും കേട്ടോ. കൂടുതലും നെയ്ച്ചോറിൻ്റെ ഒക്കെ ഒപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്